എൻ്റെ പേര് സ്വപ്ന. പാലാരൂപത മുളക്കളം ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് 2021 ഡിസംബർ 4-നാണ്. അതേസമയം ഞാൻ കുവൈറ്റിലെ നേഴ്സായിട്ട് 2015 മുതൽ വർക്ക് ചെയ്യുമായിരുന്നു. കോവിഡിൻ്റെ സമയത്ത് ഫാമിലിയെ നാട്ടിൽ വിട്ട് ഞാൻ ഹോസ്റ്റലിൽ കണ്ടിന്യൂ ചെയ്ത് ഡ്യൂട്ടി ചെയ്യേണ്ട അവസ്ഥയായി വന്നു. അതെനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ലായിരുന്നു. കോവിഡിൻ്റെ ഡ്യൂട്ടി ഹെവി ആയിരുന്നു. അപ്പം എങ്ങനെയായാലും എനിക്ക് അവിടുന്ന് റിസൈൻ ചെയ്ത് പോകണമെങ്കിൽ 2 ഓപ്ഷനുണ്ട്. ഒന്നും അല്ലെങ്കിൽ OET എഴുതി പുറത്തോട്ട് പോകണം, അല്ലെങ്കിൽ PSC അങ്ങനെ എന്തെങ്കിലും കിട്ടി നാട്ടിൽ തന്നെ സെറ്റിലാവണം. അപ്പം OET പഠിക്കാനായിട്ട് ഞാൻ ഓൺലൈൻ കോഴ്സിന് ചേർന്നു. 1 മന്ത് പഠിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് അത് പറ്റുന്ന കാര്യമല്ല എന്ന് മനസ്സിലൊരു ചിന്ത വന്നു. എനിക്ക് ഇംഗ്ലീഷ് ഭയങ്കര ടഫായിട്ടുള്ളൊരു ലാംഗ്വേജാണ്. അതുകൊണ്ട് ഞാൻ അവിടെ വെച്ച് നിർത്തി. പിന്നെയാണ് PSCയുടെ ഡേറ്റ് വന്നത്. 2021 ഡിസംബർ 19 ഇതുപോലെ PSC എഴുതാനായിട്ട് വന്നു. അന്ന് ലീവിന് വന്ന സമയത്താണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. PSC അന്ന് ഞാൻ പ്രാർത്ഥിച്ചത് PSC കിട്ടിയില്ലെങ്കിൽ ആ സമയം ഞാൻ OET പഠിക്കും. അതുവരെ OET എന്ന് പറയുന്ന മനസ്സിലെനിക്ക് പറ്റുന്നില്ല എന്നൊരു വിശ്വാസമായിരുന്നു. ഞാൻ PSC എഴുതി. PSC എനിക്ക് കിട്ടിയില്ല. പക്ഷേ അത് കിട്ടിയില്ല എന്നോർത്ത് എനിക്കൊരു നിരാശയും തോന്നിയില്ല. എന്തോ മനസ്സിൽ നിന്നൊരു ഭാരം പോയ പോലെ തോന്നി. പിന്നെ OET പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ആദ്യം തന്നെ ഇവിടെ വിളിച്ചപ്പോൾ ഇവിടെ ഒരു ബ്രദർ എടുത്തു. അന്നേരം പറഞ്ഞു, പഠിക്കുന്ന സമയം ഇവിടെ നിന്നുള്ള തേൻ ഉപയോഗിക്കുക, കുടുംബടി പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞ ദിവസവും തേൻ ഉപയോഗിക്കണം, 10 തുള്ളി ഉപയോഗിക്കണം, എക്സാമിൻ്റെ അന്ന് വരെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ 3.5 മാസം പഠിച്ചു. എക്സാമിൻ്റെ ഡേറ്റ് എടുക്കാൻ നേരത്ത് ഇതുപോലെ നേരത്തെ മുതൽ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് 2022 നവംബർ 21 എന്നൊരു ഡേറ്റ് മനസ്സിൽ എപ്പോഴും തോന്നുമായിരുന്നു. അപ്പം ഞാൻ ഓർക്കും, ഒന്നുമില്ലെങ്കിൽ ഞാൻ കുവൈറ്റിൽ നിന്ന് റിസൈൻ ചെയ്ത് വരുന്ന ഒരു ഡേറ്റ് ആയിരിക്കും അത്, അല്ലെങ്കിൽ OETയുടെ എക്സാമിൻ്റെ വല്ല ഡേറ്റുമായിരിക്കും അത് എന്ന് എനിക്കെന്താണെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പം ഞാൻ എക്സാമിൻ്റെ ഡേറ്റ് എടുക്കേണ്ട സമയമായപ്പോൾ ഇതുപോലെ നവംബർ 21 ഉണ്ടെങ്കിൽ ആ ഡേറ്റ് എടുക്കാമെന്ന് ഓർത്തിരുന്നു. പക്ഷേ ആ ഡേറ്റ് ഉണ്ടായിരുന്നില്ല. പകരം നവംബർ 5-നായിരുന്നു എനിക്ക് എക്സാമിന് കിട്ടിയത്. എക്സാമിന് ഡേറ്റ് കിട്ടിയപ്പോൾ സമയത്തും ഇതുപോലെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, എന്തെങ്കിലും ഒരു മാതാവിൻ്റെ പ്രസൻസ് എനിക്ക് അവിടെ ഫീൽ ചെയ്യണമെന്ന്. അത് എല്ലാവരും പറയുന്ന പോലെ എക്സാം ഒത്തിരി ടഫായിരുന്നു. പക്ഷേ റിസൾട്ട് വന്നപ്പം എനിക്ക് കിട്ടി എന്നുള്ള കോമൺ ആയിട്ടുള്ളൊരു സാക്ഷ്യമല്ലായിരിക്കും എനിക്ക് വേണ്ടത് എന്ന് ഞാൻ മാതാവിനോട് ഒരു തമാശിക്കുന്ന രൂപയിലാണ് ഞാൻ പറഞ്ഞത്. അതിലെനിക്ക് അത്രമാത്രം വിശ്വാസം ഒന്നുണ്ടായിരുന്നില്ല. കാരണം എൻ്റെ OET എനിക്ക് എങ്ങനെ പഠിച്ചു തീർക്കും എന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ലാസ്റ്റ് എക്സാമിന് ചെന്ന് കഴിഞ്ഞപ്പം OET പഠിക്കുന്നവർക്കറിയാം, റീഡിങ്ങിന് ഫസ്റ്റ് 20 ആൻസേഴ്സ് 15 മിനിറ്റിനുള്ളിൽ തീർക്കണം. എനിക്ക് ടൈം മാനേജ്മെൻറ്റ് വളരെ പാടായിരുന്നു. റീഡിംഗ് ആയിരുന്നു ഏറ്റവും ടഫ്. ആദ്യത്തെ 15 മിനിറ്റിൽ ഞാൻ പേപ്പർ കിട്ടി. ആദ്യം തന്നെ എഴുതി തുടങ്ങി. പെട്ടെന്ന് എഴുതി തുടങ്ങിയപ്പോൾ എക്സാമിനർ 20 ആൻസറും ഏകദേശം എഴുതി തീരാറപ്പോൾ എക്സാമിനർ വന്ന് പറഞ്ഞു, നിൻ്റെ പേപ്പർ മാറിപ്പോയി, നീ എഴുതിയത് വേറൊരു കൊച്ചിൻ്റെ പേപ്പറിലാണ്. ഞാൻ ടെൻഷൻ കാരണം ആദ്യത്തെ അറ്റംപ്റ്റ് ആയതുകൊണ്ട് ആ ടെൻഷൻ കാരണം ഞാൻ എൻ്റെ പേര് നോക്കിയില്ല. സൈൻ ചെയ്യേണ്ടടുത്ത് സൈൻ ചെയ്തു. സമയം പോവാതെ ഇരിക്കാൻ വേണ്ടി പെട്ടെന്ന് ആൻസർ എഴുതി തുടങ്ങുകയും ചെയ്തേ. അങ്ങനെ എക്സാമിനർ വന്ന് അത് കണ്ടുപിടിച്ചു. ഞാനായിട്ട് അതൊരിക്കലും പിന്നെ റീചെക്ക് ചെയ്യത്തില്ല. എനിക്ക് എങ്ങനെയും ഇതൊന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്നുള്ളൊരു ടെൻഷനിലായിരുന്നു ഞാൻ. എക്സാമിനർ എൻ്റെ പേപ്പർ കൊണ്ടു തന്നു. പെട്ടെന്ന് ആൻസർ എടുത്ത് നീ എഴുത്, അല്ലെങ്കിൽ ടൈം നിനക്ക് കിട്ടത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ 1 മിനിറ്റ് പോലും ഇല്ലാതെ ഞാൻ എങ്ങനെ എഴുതി തീർത്തെന്ന് എനിക്കറിയില്ല. അവിടെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെയൊരു സംഭവം കാണുന്നത്. അതുകൊണ്ട് മാതാവിൻ്റെ ഒരു ഇടപെടലുണ്ടെങ്കിൽ എനിക്ക് ഈ റീഡിങ്ങിന് കറക്റ്റ് 350 കിട്ടാവുള്ളൂ. കാരണം 350 എന്ന് പറയുന്നതാണ് B സ്കോർ. എനിക്ക് കറക്റ്റ് 350, അതിലൊരു മാർക്ക് പോലും എനിക്ക് കൂടുതൽ വേണ്ട. എന്നെങ്കിൽ ഇത് മാതാവിൻ്റെ ഒരു അത്ഭുതമായി ഞാൻ മനസ്സിലാക്കുകയുള്ളൂ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. റിസൾട്ട് ഇതുപോലെ നവംബർ 21 തന്നെ എൻ്റെ റിസൾട്ട് വന്നപ്പോൾ റീഡിങ്ങിന് 350, ലിസണിങ്ങിന് 410, റൈറ്റിങ്ങിന് 370, സ്പീക്കിങ്ങിന് 370, റൈറ്റിങ്ങിന് 360. അങ്ങനെ നല്ല എല്ലാത്തിനും B സ്കോർ നൽകി മാതാവിനെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ അയർലൻഡ് പ്രോസസ്സിങ് വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് ഇൻ്റർവ്യൂ കിട്ടി. അയർലൻഡിനുള്ള DL 10 ദിവസത്തിനുള്ളിൽ തന്നെ അപ്ലൈ ചെയ്തതിന് ശേഷം എനിക്ക് കിട്ടി. എല്ലാ പേപ്പർ വർക്കും വളരെ ഫാസ്റ്റായിട്ട് തന്നെ നടന്നു. ഇപ്പോൾ എൻ്റെ വിസ വന്നു. നവംബർ 9 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അവിടെ ചെന്ന് നവംബർ 12, 18 ആപ്റ്റിറ്റ്യൂഡിൻ്റെ എക്സാമാണ്. അതിനുമായി പ്രാർത്ഥിക്കാനും കൂടിയാണ് ഇപ്പോൾ വന്നത്.
അതുപോലെ 2021 കുവൈറ്റിലായിരുന്ന സമയത്ത് ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് എനിക്കൊരു ദൈവാനുഗ്രഹം ഉണ്ടായിരുന്നു. അത് ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ പറയണമെന്ന് ഓർത്തു, പക്ഷേ എനിക്ക് പറ്റിയിരുന്നില്ല. അതിപ്പോൾ ഞാനിവിടെ പറയുകയാണ്. 2021 ഓഗസ്റ്റ് 5 എൻ്റെ കുവൈറ്റിലെ വിസ തീർന്ന സമയമായിരുന്നു. തീർന്ന ലാസ്റ്റ് ഡേറ്റാണ്. ഞാൻ ജൂലൈ 27 ആയപ്പോഴാണ് ഞാൻ അത് മിനിസ്ട്രിയിൽ സബ്മിറ്റ് ചെയ്യണത്. ഞങ്ങൾക്ക് 1 ഡേ കൊണ്ട് വിസ അടിച്ചു വരും. മിനിസ്ട്രി സ്റ്റാഫാണ്, കുഴപ്പമില്ല. അങ്ങനെ ഞാൻ ജൂലൈ 27 മിനിസ്ട്രി പോകാൻ വേണ്ടി രാവിലെ എടുത്ത് നോക്കിയപ്പോൾ എൻ്റെ പാസ്പോർട്ട് വാലിഡ് അല്ല. അതായത് 6 മന്ത് വാലിഡിറ്റി വേണം. പാസ്പോർട്ട് റിന്യൂ ചെയ്യണം, അല്ലാതെ എനിക്ക് വിസ അടിക്കാൻ പറ്റത്തില്ല. കോവിഡിൻ്റെ പീക്ക് ടൈമായിരുന്നു. ഒരു കാരണവശാലും പുതിയ പാസ്പോർട്ട് വളരെ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ കിട്ടത്തില്ല എന്ന് പറഞ്ഞു. പാസ്പോർട്ട് ഓഫീസിൽ ചെന്നപ്പോൾ അവരെന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞു. നീ എന്തുകൊണ്ട് ഇത് ചെക്ക് ചെയ്തില്ല, നീ എഡ്യൂക്കേറ്റഡ് ആന്നിട്ട് എന്തുകൊണ്ട് ഇത് ചെക്ക് ചെയ്തില്ല എന്ന് പറഞ്ഞു. എന്തായാലും പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. ഞാൻ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്തു. ലാസ്റ്റ് എന്തെങ്കിലും സ്പീഡ് കിട്ടാൻ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു, നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞാൽ അവർ വെരിഫിക്കേഷന് പെട്ടെന്ന് വരും. അങ്ങനെ എന്നാൽ നിനക്ക് വിത്തിൻ 1 മന്ത് അല്ലെങ്കിൽ 15 ഡേയ്സിനുള്ളിൽ ചിലപ്പം കിട്ടാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ പറഞ്ഞു. ഹസ്ബൻഡ് ഇതുപോലെ പോലീസ് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്തു. അവർ പെട്ടെന്ന് വെരിഫിക്കേഷന് വന്നു. ഞാനപ്പം ഈ പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങി അപ്പോൾ തന്നെ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടു. അതിൽ ഞാൻ പറഞ്ഞിരുന്നത് ഓഗസ്റ്റ് 5 എനിക്ക് വിസ തീരുന്നത്. പക്ഷേ 4-ാം തീയതി എൻ്റെ പുതിയ പാസ്പോർട്ട് കയ്യിൽ കിട്ടണം. 5-ാം തീയതി എനിക്ക് അറ്റ്ലീസ്റ്റ് മിനിസ്ട്രിയിൽ അത് സബ്മിറ്റ് ചെയ്യാനെങ്കിലും സാധിക്കണമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടത്. കറക്റ്റ് 4-ാം തീയതി ഓഗസ്റ്റ് 4 8 മണിക്ക് എനിക്ക് മൊബൈലിൽ മെസ്സേജ് വന്നു, നിൻ്റെ ന്യൂ പാസ്പോർട്ട് റെഡി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ 5-ാം തീയതി തന്നെ അത് മിനിസ്ട്രി സബ്മിറ്റ് ചെയ്തു. എനിക്ക് വേറൊരു കോംപ്ലിക്കേഷനും ഇല്ലാതെ, ഡിലേ വരാതെ എനിക്ക് ആ വിസ അടിച്ച് കിട്ടി. പുതിയ പാസ്പോർട്ടും വളരെ പെട്ടെന്ന് തന്നെ കിട്ടി. എൻ്റെ കൂടെയുള്ള ഇതുപോലെ ഫ്രണ്ട്സൊക്കെ 3 മന്ത്സ് ബിഫോർ കൊടുത്തത് അവരപ്പോഴും വെയിറ്റിങ്ങിലായിരുന്നു. ഫൈനും അടച്ചായിരുന്നു അവരവിടെ നിന്നിരുന്നത്. കോവിഡിൻ്റെ സമയമായതുകൊണ്ട് അതാർക്കും വിസ പെട്ടെന്ന് അടിക്കുന്ന ഒരു കാലമല്ലായിരുന്നു. അങ്ങനെ മാതാവ് എനിക്ക് അനുഗ്രഹിച്ചു. ഇത് കൂടാതെ ഒരുപാട് അനുഗ്രഹങ്ങൾ. 3 പ്രാവശ്യം കോവിഡ് പോസിറ്റീവായി. അതെല്ലാം മാതാവിൻ്റെ അനുഗ്രഹത്താൽ കുഴപ്പമില്ലാതെ കഴിഞ്ഞു പോയി. ആദ്യത്തെ പ്രാവശ്യം ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. പക്ഷേ എന്നാലും ദൈവം അതിൽ നിന്ന് എനിക്ക് സൗഖ്യം നൽകി. ഈ നിമിഷം വരെ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി അർപ്പിക്കുന്നു.